ആക്ച്വലി ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു 2 വർഷം ടൈം എടുത്തു എനിക്ക് ആ ഒരു ഭയങ്കര ട്രോമയെന്ന് എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് വയലൻസ് ആ ഒരു സ്റ്റേജ് വരെ എത്തിയായിരുന്നു എൻ്റെ. അതിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാനായിട്ട് ഏകദേശം ഒരു 2 വർഷം ടൈം എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ 2 വർഷം കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ പഠിച്ചില്ല. ഫ്രണ്ട്സ് എല്ലാം പോയി, ക്യാഷും പോയി, എല്ലാ അവസ്ഥ ഒന്ന് ഓർത്താൽ മതി അടുത്തതിലോട്ട് ചാടുമ്പോൾ. പക്ഷെ ഞാൻ മറന്നുപോകും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഇത്രയും ചെയ്തു, അല്ലെങ്കിൽ നീ ഇത്രയും കരഞ്ഞു, ഇന്നൊരു പേഴ്സണിന് വേണ്ടി നീ ഇത്രയും കരഞ്ഞു, നീ ഇത്രയും കാല് പിടിച്ചു, നീ ഇത്രയും സ്ട്രഗിൾ ചെയ്തു, എൻ്റെ മുമ്പിൽ കിടന്ന പട്ടി മോങ്ങുന്ന പോലെ നീ മോങ്ങിയത്, എന്നിട്ട് നീ എന്തിനാ അവനെ കാണാൻ പോയി? അപ്പൊ ഞാൻ വിളിച്ചപ്പോ ചുമ്മാ കാണാൻ പോയി. അപ്പൊ വെച്ച് നിനക്ക് ഉളുപ്പില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞാടാ, മനുഷ്യനല്ലേ, തെറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു 2 വർഷത്തെ ആ ടൈമിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന കുറെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. നമ്മുടെ ലൈഫിൽ വന്നൊരു പേഴ്സൺ, എല്ലാം അറിഞ്ഞു വന്നൊരു പേഴ്സൺ അവസാനം നമ്മളെ വീണ്ടും അതിൻ്റെ അപ്പുറത്തൊരു, കാരണം ആ മുറിവ് ഇങ്ങനെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ആ ഒരു മുറിവ് ഇങ്ങനെ കുത്തി തോണ്ടി മാന്തി പുറത്തെടുക്കാന്ന് പറയട്ടെ, അതുപോലെ ആക്കിയിട്ട് വീണ്ടും പൊക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇതായി. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ ഞാൻ കയറി. പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു ഇതുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ കയറും. ആരൊക്കെ എന്നെ ലൈഫിൽ തകർത്ത് കളഞ്ഞാലും ഞാൻ കയറും. പക്ഷെ ഞാനിങ്ങനെ കയറി വരുമ്പോഴേക്കും വീണ്ടും വരും. ബ്രേക്കപ്പ് എന്ന് പഠിച്ച കാര്യം എന്താണ്? പഠിച്ചില്ല. ഇപ്പോഴും പഠിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. ആക്ച്വലി ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു 2 വർഷം ടൈം എടുത്തു എനിക്ക് ആ ഒരു ഭയങ്കര ട്രോമയെന്ന് എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് വയലൻസ് ആ ഒരു സ്റ്റേജ് വരെ എത്തിയായിരുന്നു എൻ്റെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാനായിട്ട് ഏകദേശം ഒരു 2 വർഷം ടൈം എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ 2 വർഷം കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ പഠിച്ചില്ല. ഒന്നില്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളത് ചിന്തിച്ചാൽ മതി. നീ 2 വർഷം എടുത്തു പഴയ ലൈഫിലോട്ട് നീ തിരിച്ചു വരാൻ. അത്രത്തോളം സ്ട്രഗിൾ ചെയ്തു, കരഞ്ഞു, നിലവിളിച്ചു, ഫുഡ് കഴിക്കാതിരുന്നു, ആരോഗ്യം മൊത്തം പോയി, ഫുള്ള് സ്കിന്ന് പോയി, ആരോഗ്യം പോയി. ഒന്നും എനിക്ക് തോന്നുന്നു എൻ്റെ കുടലൊക്കെ ചുരുങ്ങിപ്പോയി. എനിക്ക് ഒരു ലിമിറ്റിന് കൂടുതൽ എനിക്കിപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. മെൻ്റൽ ട്രോമയായി, ഫ്രണ്ട്സ് എല്ലാം പോയി, ക്യാഷും പോയി, എല്ലാ അവസ്ഥ ഒന്ന് ഓർത്താൽ മതി അടുത്തതിലോട്ട് ചാടുമ്പോൾ. പക്ഷെ ഞാൻ മറന്നുപോകും. കഴിഞ്ഞ ഒരു ദിവസം വരെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവൾ ഉപദേശിക്കുക, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഇത്രയും ചെയ്തു, അല്ലെങ്കിൽ നീ ഇത്രയും കരഞ്ഞു, ഇന്നൊരു പേഴ്സണിന് വേണ്ടി നീ ഇത്രയും കരഞ്ഞു, നീ ഇത്രയും കാല് പിടിച്ചു, നീ ഇത്രയും സ്ട്രഗിൾ ചെയ്തു, എൻ്റെ മുമ്പിൽ കിടന്ന പട്ടി മോങ്ങുന്ന പോലെ നീ മോങ്ങിയത്, എന്നിട്ട് നീ എന്തിനാ അവനെ കാണാൻ പോയി? അപ്പം ഞാൻ വിളിച്ചപ്പോൾ ചുമ്മാ കാണാൻ പോയി. അപ്പം വെച്ച് നിനക്ക് ഉളുപ്പില്ലേ? ഇല്ല. എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ടു അത്. അപ്പം എന്നോട് പറഞ്ഞു, നീ അത് സ്റ്റോറിയും ഇട്ടു, എന്തിന്? എന്നിട്ട് അതും പുള്ളിനെ ഭയങ്കര പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടേ. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, നാണോ മാനോ ഇല്ലേ? ഇല്ല. ഞാൻ പറഞ്ഞാടാ, മനുഷ്യനല്ലേ, തെറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു 2 വർഷത്തെ ആ ടൈമിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന കുറേ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. ശരിക്കും അതാ, ഞാൻ മറന്നു പോകും. ആളുകൾ എന്നോട് ചെയ്യുന്ന മോശം കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ട് ഞാൻ അവരോട് സംസാരിക്കും. അത് ആക്ച്വലി എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവർ വിളിക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണോ, ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആടാ കാണാം എന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അന്ന് പഴയ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയി കാണും. പക്ഷെ എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്നതായിരിക്കില്ല. ചിലപ്പോൾ കുറേ നാളൊക്കെ 1 ഇയറിനൊക്കെ ശേഷം വിളിക്കും. ഞാൻ നമ്പർ ചിലപ്പോൾ അന്നത്തെ ദേഷ്യത്തിന് ബ്ലോക്ക് ചെയ്യും. പിന്നെ ഞാൻ തന്നെ അൺബ്ലോക്ക് ആക്കും. എന്നിട്ട് വിളിക്കുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ അടിക്കില്ല, ആ സാധനമായിരിക്കും. എന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹലോ എന്നൊക്കെ സംസാരിക്കുമ്പോൾ, എടാ നീ ഫ്രീ ആണോ? ആ ഫ്രീ ആണ്. ഒരു 500 ഉണ്ടെങ്കിൽ ഇട്ട് തരുമോ? ഒരു 2000 രൂപ ഇട്ട് തരുമോ? എൻ്റെ എക്സ് ഇതുപോലെ 1 വർഷത്തിന് ശേഷം എന്നെ വിളിച്ചു വെക്കുക. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എടി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നടി, എനിക്ക് അപ്പോൾ അവളിനോട് പറഞ്ഞു, ഇത് നിനക്ക് നാണമില്ലേ? അത്രത്തോളം നീ അനുഭവിച്ചില്ലേ, ഇതിന് അത്രത്തോളം ഫിനാൻഷ്യലി ലോസ് ചെയ്തില്ലേ, ഇനി നീ എന്തിനാ അങ്ങനെ പോകുന്നേ, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പം ഞാൻ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ ഞാനിങ്ങനെ ഇങ്ങനെ എണീറ്റപ്പോൾ തന്നെ ഫോൺ അടിക്കുന്നു. ഞാനിങ്ങനെ എടുത്തപ്പോൾ പുള്ളി. അപ്പം ഞാൻ
ഇതെന്താ മറിമായോ? അപ്പം ഞാൻ ചോദിച്ചു, ഓ ഇതെന്തോ ദൈവം എനിക്ക് ഇട്ട് തന്നതാണ്, അവനെല്ലാം മാറി വന്നതായിരിക്കും എന്നൊക്കെ പറയാൻ ഫോൺ എടുത്തു. അപ്പോൾ എടാ കുട്ടാ നീ എവിടാ? അപ്പം ഞാൻ പറയാണ്ട് ഞാൻ വീട്ടിലുണ്ട്. അതെ ഞാൻ നിന്നോടൊരു ഹെൽപ്പ് ചോദിക്കാൻ വിളിച്ചു, ഒരു ഫേവർ ചോദിക്കാൻ വിളിച്ച. ആ പറഞ്ഞു, എനിക്ക് 2000 ഉണ്ടെങ്കിൽ തരുമോ? എനിക്കത് കേട്ടിട്ടുണ്ടല്ലോ കാലെ വരെ അടിക്കാൻ എനിക്ക് തോന്നിയത്. പക്ഷെ അടിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, എടാ എൻ്റെ 2000 ഇല്ലടാ, 1500 ഉണ്ട്, അത് നിനക്ക് മതിയോ? ആ മതിയടാന്ന് പറഞ്ഞു. ഇപ്പിട്ടരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഇട്ട് കൊടുത്തു. ആ സത്യം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അയ്യേ ഞാൻ എന്തൊരു മണ്ടിയാ, അവനല്ലേ 1 വർഷം മുന്നേ ചീറ്റ് ചെയ്തിട്ട് പോയിട്ട് നിനക്ക് ഉളുപ്പില്ലേ പൈസ കൊടുക്കാൻ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പക്ഷെ തിരിച്ചു ചോദിക്കാൻ പറ്റത്തില്ല, കൊടുത്തു പോയില്ലേ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എടി ഇപ്പം അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ആ ഉളന്തിനെ ഒരു പേര് പറഞ്ഞിട്ട് അവൻ എന്തിനാ നിന്നെ വിളിച്ചതെന്ന് വെച്ചു. എടി അത് ചുമ്മാ വിളിച്ചതാണോ? സത്യം പറയട്ടെ, നീ പൈസ എന്തെങ്കിലും കൊടുത്തോ? ഓൺ ദ സ്പോട്ടിൽ അവൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൈസ ഒന്നും കൊടുത്തേ, എൻ്റെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സത്യം പറയാൻ നീ കൊടുത്തോ? ഞാൻ പറഞ്ഞു, എൻ്റെ 2000 രൂപ ചോദിച്ചു. എന്നിട്ട് എൻ്റെ 1500 ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് 1500 കൊടുത്തു. അപ്പോൾ എടി നിനക്ക് നിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ എന്തിനാ കൊടുത്തത്? എടി പാവല്ലേ എടി, അവൻ്റെ ഇല്ലാത്തോണ്ടായിരിക്കും ചോദിച്ചത്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കും പഠിക്കണം ഇതിനകത്തും പഠിക്കണം. പക്ഷെ ഞാൻ പഠിക്കത്തില്ല. അത് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അവൾ ഇങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞപ്പോഴല്ല, അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആളെ കാണാൻ പോവരുതായിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ആ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചെളിക്കുണ്ടിന്ന് എടുത്തിട്ട് ചാണകക്കുഴിന്ന് ചാടൂലേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ആ 2 വർഷം ഞാൻ ഭയങ്കര ട്രോമയായിരുന്നു. ട്രോമയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൈ കാണിച്ചപ്പോഴേക്കും ഞാൻ ഓക്കെ ശരി എന്നാന്നും പറഞ്ഞ് പോയി. അവിടെ നിന്ന് ശരിക്കും ഒരു 1 ഇയർ കൊണ്ട് ആളെന്നെ പ്രാന്താക്കി കളഞ്ഞു. വെറുതെ എൻ്റെ ലൈഫിലേക്ക് വന്നു, എൻ്റെ എല്ലാം അറിഞ്ഞ് വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ചാച്ച ബൈ എന്ന് പറയാതെ പോലും പൊക്കളഞ്ഞു. അതപ്പോൾ ഭയങ്കര വിഷമായി. കാരണം നമ്മുടെ ലൈഫിൽ വന്നൊരു പേഴ്സൺ, എല്ലാം അറിഞ്ഞ് വന്നൊരു പേഴ്സൺ അവസാനം നമ്മളെ വീണ്ടും അതിൻ്റെ അപ്പുറത്തൊരു, കാരണം ആ മുറിവ് ഇങ്ങനെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ആ ഒരു മുറിവ് ഇങ്ങനെ കുത്തി തോണ്ടി മാന്തി പുറത്തെടുക്കാന്ന് പറയട്ടെ, അതുപോലെ ആക്കിയിട്ട് വീണ്ടും പൊക്കളഞ്ഞു. അപ്പോൾ ഭയങ്കര ഇതായി. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ ഞാൻ കയറി. പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു ഇതുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ കയറും. ആരൊക്കെ എന്നെ ലൈഫിൽ തകർത്ത് കളഞ്ഞാലും ഞാൻ കയറും എന്ന്. പക്ഷെ ഞാനിങ്ങനെ കയറി വരുമ്പോഴേക്കും വീണ്ടും വരും. പക്ഷെ ഞാൻ പിന്നെ ടാറ്റ ബൈ ബൈ എന്നും പറഞ്ഞ് ഞാൻ വിട്ടെങ്കിലും അവർ എന്നോട് ചെയ്ത മോശം കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. അതെൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവർ നിന്നോട് ചെയ്ത മോശം കാര്യങ്ങളൊക്കെ നീ മറക്കുന്നുണ്ട്, പക്ഷെ അവർ നിന്നോട് ചെയ്ത ഒരു 10%-ൽ ഒരു 1% ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും. ആ നല്ല കാര്യം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അതും ഓർത്തിട്ടാണ് ഞാൻ അവരെ കാണാൻ പോകുന്നതും അവരെന്നോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതും. അതെൻ്റെ റിലേഷൻഷിപ്പിലല്ലെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നോട് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ ചിലപ്പോൾ മിണ്ടത്തില്ല, മൈൻഡ് ചെയ്യില്ല എന്നുള്ളൊരു പോയിന്റ് ആണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഞാൻ മറക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നെ, നീ ഒരു 2 വർഷം നീ ആ സ്ട്രഗിൾ ചെയ്ത് നിൻ്റെ മെമ്മറി അങ്ങനെ ആയിപ്പോയി. ബിക്കോസ് മോശം കാര്യങ്ങൾ നീ അക്സെപ്റ്റ് ചെയ്യരുതെന്നുള്ളൊരു തോട്ട് നിൻ്റെ മെമ്മറി നിനക്ക് ഇട്ട് തന്നു. അതുകൊണ്ട് മോശം കാര്യങ്ങളൊക്കെ നീ നോർമലി മറക്കുകയാണ്. നീ ചിലപ്പോൾ ബോധപൂർവം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ നീ അത് മറന്നു പോയിട്ട് നല്ല കാര്യങ്ങൾ മാത്രം നീ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായിരിക്കണം. അതുകൊണ്ട് പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഫാമിലി ആയിട്ട് എങ്ങനെയായിരുന്നു? ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ? സപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഒരു നിവർത്തിയില്ല. എൻ്റെ പപ്പ കോൺട്രാക്ടറാണ്. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ്. ചേച്ചി അവളുടെ ലൈഫായിട്ട് പോകുന്നു, ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് അവളുടെ ലൈഫുണ്ട്. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല രീതിയിൽ എന്നാലും ദിനമുള്ള കാര്യങ്ങൾ, ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പോകുമെന്നുണ്ടെങ്കിലും ഇപ്പം എനിക്കൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ ഇത്ര തന്ന് സഹായിക്കാനുള്ളതൊന്നും വീട്ടിലില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 20ാമത്തെ വയസ്സിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത് റിനേ മെഡിസിറ്റിയിൽ. അപ്പം മുതൽ ഒരു സ്റ്റിൽ ഈ ഒരു ടൈം വരെ എൻ്റേതായ ഒരു കാര്യങ്ങൾക്ക് ഞാൻ വീട്ടിൽ പൈസ ചോദിക്കില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ആയിട്ടുള്ളൂ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു 500 തരും, ഒരു 100 തരും എന്ന് പറഞ്ഞ് ഇരക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ വരെ മറ്റേ ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ദൂർത്തടിക്കുന്നൊരു പേഴ്സൺ അല്ല.
ഞാൻ എപ്പോഴും സേവ് ചെയ്യും, ഭയങ്കരമായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും സേവ് ചെയ്യും. ഒരു 10 രൂപയാണെങ്കിൽ പോലും ഞാൻ സേവ് ചെയ്യും. ഒരു 10 രൂപയ്ക്ക് ഞാൻ ഇപ്പോൾ ചായ, എനിക്ക് വിശക്കണു, ഇപ്പോൾ ചായ കുടിച്ച ഒരു 10 രൂപ പോകും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ. ഞാൻ റിനയിലായിരുന്ന സമയത്ത് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടുവന്ന് പിശിക്കുന്ന, ഭയങ്കര പിശിക്കുക ഞാൻ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഭയങ്കര പിശിക്കുക. പക്ഷെ അത് എൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഒരുപാട് കൊടുക്കും. എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ട ഒരാളാണെങ്കിൽ ഞാൻ നാളെ വിളിച്ചിട്ട് എടാ ഒരു 1000 രൂപ ഉണ്ട്, അതിനെന്താ കൊടുക്കും. എനിക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ലായിരിക്കും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ വിചാരിക്കും ഇവരെൻ്റെ ആരോ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ പൈസ കൊടുക്കും. പക്ഷെ അത് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നം വന്ന ടൈമിൽ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കാരണം ഞാനത് സ്ട്രഗിൾ ചെയ്തു. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വസിച്ചത്. ഇവർക്ക് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിക്കാതെയാണ് ഞാൻ ലോൺ എടുത്തു കൊടുത്തത്. അപ്പോൾ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്തിനാ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടുന്നു എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തു. ഞാൻ റൂം അടച്ചിരുന്ന് കരയും, ബാത്റൂമിലിരുന്ന് കരയും, ടെറസിൽ പോയിരുന്ന് കരയും. അവർ വരുമ്പോൾ ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ച് ഞാൻ നിൽക്കും. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര ചിരിച്ച് കളിച്ച് നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഞാൻ ഒറ്റയ്ക്ക്, പിന്നെ എൻ്റേതായ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ തീർക്കുള്ളൂ. ഫിനാൻഷ്യലി പ്രശ്നം വന്നത് എനിക്കൊന്നും ഈ ഒരു 1.5 ഇയർ ആയിട്ടുള്ളൂ. അത്രയ്ക്ക് പ്രശ്നം വന്നപ്പോൾ. അപ്പം ഇനി ഒരു 1 ഇയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിൽക്കാറില്ല. കാരണം വീട്ടിൽ നിന്ന് ഞാൻ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പോകും. അവർ നോക്കുമ്പോൾ ഞാൻ സ്റ്റോറിയൊക്കെ ഇടും. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോയി നിൽക്കും. കാരണം വീട്ടിലാണെങ്കിൽ പോലും നമുക്കൊരു എമൗണ്ട് കൊടുക്കണമല്ലോ. നമ്മൾ ഈ ഒരു ഏജായി, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്, അവരുടെ മുമ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാനില്ലാത്തത് കൊണ്ട് വീട്ടിലങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. പപ്പ അമ്മയാണെങ്കിൽ ചോദിക്കത്തൊന്നുമില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു നമ്മൾ കൊടുക്കണമല്ലോ. 4 നേരം അവിടെ നിന്ന് കഴിക്കുന്നതല്ലേ. വീട്ടുകാർക്ക് നമ്മളെ ഒരു ഇതുണ്ട്, അവർക്കൊരു കടമ ഉണ്ടെന്നുണ്ടെങ്കിലും പറഞ്ഞ് നമുക്കൊരു കുത്തലുണ്ടാവുമല്ലോ. 4 നേരം ഉളുപ്പില്ലാണ്ട് കഴിക്കുന്ന എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അരിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പച്ചക്കറിയെങ്കിലും, ഞായറാഴ്ച ഒരു ചിക്കനെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോകും. അവർക്ക് അറിയാവുന്നതുകൊണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോയി നിൽക്കും. ഒരാഴ്ച ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മറ്റേ ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോയി നിൽക്കും. അപ്പോൾ അവർക്ക് എന്നെക്കുറിച്ച് അത്ര അറിയാവുന്നത് കൊണ്ട് അവരെന്നെ ടേക്ക് കെയർ ചെയ്യും. കാരണം എന്നെ ആ ഒരു മൊമെൻറ്റിൽ വിട്ട് കളഞ്ഞാൽ ഞാൻ കൈവിട്ട് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവരെന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ ടേക്ക് കെയർ ചെയ്യും. അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സേ എനിക്കുള്ളൂ. അവർക്കാണെങ്കിലും അവർക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും കിട്ടുമോ, വർക്ക് കിട്ടുമോ. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യും ആൾക്കാരെ, അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷേ എനിക്കൊരു ഇതുണ്ട്, എവിടെ നിന്നെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മൊമെൻറ്റിൽ എവിടെ നിന്നെങ്കിലും കർത്താവ് എനിക്ക് കൊണ്ടുവന്ന് തരും എന്നൊരു തോട്ടുണ്ട്. കാരണം എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്, ഞാനും വിശ്വാസിയാണ്. പക്ഷെ ഒരു പോയിന്റിൽ നമ്മളൊരു പ്രായത്തിൻ്റെതായ ഇതിനകത്ത് വിശ്വാസമൊക്കെ പോകുമല്ലോ. അങ്ങനെ പോയെങ്കിലും ലൈഫിലൊരു മൊമെൻറ്റ് നമുക്ക് വരും, റിയലൈസ് ചെയ്യും നമ്മൾ ദൈവം ഉണ്ട്, പുള്ളീനെ ഒന്ന് നിന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു തോട്ട് തോന്നിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ളൊരു പോയിന്റിൽ എനിക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും. അല്ലാതെ അങ്ങനെ ഫിനാൻഷ്യലി വീട്ടുകാരങ്ങനെ സഹായിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസം മെൻ്റലി ഭയങ്കര ട്രോമയായ ടൈമിൽ ഞാൻ വീട്ടിൽ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്. അമ്മ എപ്പോഴും ചോദിക്കും, നീ പണിക്ക് പോയിട്ട് നിന്നെ എന്തുണ്ടാക്കുന്നു, നീ അനങ്ങും നീ ഷൂട്ടിന് പോകുന്നുണ്ടല്ലോ. കാരണം ഇവരുടെ മനസ്സിൽ ഞാൻ ഷൂട്ടിന് പോവുക, പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ നിൽക്കുന്നേ. അപ്പം അമ്മ എപ്പോഴും പറഞ്ഞു, എനിക്ക് എപ്പോൾ നോക്കിയാലും അമ്മ വിളിക്കും രാത്രി, എവിടെ. അപ്പം ഞാൻ ഷൂട്ടില്ല, ഞാൻ വിളിക്കാട്ടോ. കാരണം എനിക്കൊന്നും പറയാനില്ല അവരുടെ അടുത്ത്. അപ്പോൾ ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വെക്കും. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു വെച്ചത്. എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കൽ ഭയങ്കര കുറവായിരുന്നു. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം വീട്ടിൽ നിന്ന് കരയാൻ പറ്റില്ല. ഇവരുടെ അടുത്ത് നിന്നാണെങ്കിൽ ഞാൻ ഭയങ്കര വൾണറബിളായിട്ട് എനിക്ക് കരയാം, എനിക്ക് ഇമോഷൻസ് എനിക്ക് കൊണ്ടുവരാം. അപ്പോൾ വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആൻഡ് ആക്സസ് എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ എപ്പോഴും ചോദിക്കും, നിനക്ക് എന്തുണ്ട്, നിനക്കുണ്ട്, നീ എന്താ തരാത്ത എന്നൊക്കെ ചോദിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി. അന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ വിശ്വസിച്ച് പോയ ആൾക്കാരെ ഞാൻ കുറേ പൈസ കൊടുത്തു, എന്നെ ചതിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, ഞാൻ പ്രോമിസ് തരാം, ഈ ഒരു വർഷം കൂടി എന്നെ ഒന്ന് വെറുതെ വിട്, ഈ ഒരു വർഷം വരെ ഞാനൊന്ന് സ്ട്രഗിൾ, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞ ഈ 2026 കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടും. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ, കാരണം വീട്ടിൽ ബാങ്കുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കാൻ തുടങ്ങി, എന്താ പ്രശ്നം, എന്താ നിൻ്റെ പ്രശ്നം, നിനക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞ് പറഞ്ഞത്. പക്ഷെ അപ്പോൾ പോലും ഞാൻ വീട്ടുകാരോട് ചോദിച്ചില്ല, നിങ്ങൾ എന്തെങ്കിലും തന്ന് സഹായിക്കും. കാരണം എനിക്കറിയാം വീട്ടിലൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ അവരുടെ കയ്യിലൊന്നും ഇല്ല തരാൻ, ഞാനായിട്ടുണ്ടാക്കിയതാണ്. അപ്പം അമ്മ പറഞ്ഞു, നീയായിട്ടുണ്ടാക്കിയതാണ്, നീയായിട്ട് തന്നെ തീർക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല.
ഈ 3 Idiots മീഡിയയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണിലാലും ഷാരിക്കും ഒക്കെ ആയിട്ട്? ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിലാലും ആയിരുന്നു എനിക്ക് കൂടുതൽ കംഫർട്ട്. ഷാരിക്കായിട്ട് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. ഞാനിവിടെ വരുമ്പോൾ ഷാരിക്കൊക്കെ ഭയങ്കര സീനിയർ ആയിരുന്നു. ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ബിൽഡിംഗ് എനിക്ക് ഭയങ്കര മെമ്മറിയാണ്. ഞാൻ എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സെയിം ബിൽഡിങ്ങിൽ തന്നെയാണെന്ന് ആലോചിക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു 3 Idiots മീഡിയേൻ്റെ. അപ്പോൾ ഞാൻ 2019 ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ് ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വരുന്നത്. ഇവിടെ ജോയിൻ ചെയ്യുന്നത് 2019 ഡിസംബർ 17 or 18 ആ ഒരു ടൈമിലാണ്. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ആ ഒരു ടൈമിൽ 16th ഞാൻ റിനായിന്ന് റിസൈൻ ചെയ്തു. 17th ഞാനിവിടെ ജോയിൻ ചെയ്തു. കാരണം എനിക്ക് ഡേ കിട്ടിയില്ല. കാരണം 3 മാസം മുമ്പ് എനിക്ക് 3 മാസം നോട്ടീസ് പീരീഡ് കൊടുക്കണം. അപ്പോൾ 3 Idiots മീഡിയെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്, ഒരാൾ മാത്രമേ, ആ 10-30 പേരിൽ നിന്ന് ആൻസി മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. സോ ആൻസി വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആൾ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 3 വർഷത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞായിരുന്നു. എന്തോ ദൈവം സഹായിച്ച ആ ടൈം ഭയങ്കര ലക്കായിരുന്നു എനിക്ക്. ആ ടൈമിൽ കറക്റ്റായിട്ട് ഞാൻ 3 Idiots മീഡിയയിൽ നമുക്ക് 3 വർഷത്തെ എഗ്രിമെൻറ്റ് കൊടുക്കും കയറുമ്പോൾ. അപ്പോൾ 3 വർഷത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ ടൈമായിരുന്നു. പക്ഷെ നമ്മൾ 3 month നോട്ടീസ് പീരീഡ് കൊടുക്കണം, എന്നാലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ആക്ച്വലി റിസൈൻ ചെയ്യാം, ബട്ട് എനിക്ക് ഇങ്ങനെ നോട്ടീസ് പീരീഡ് ഉണ്ട്, അപ്പോൾ എനിക്ക് അവിടെ 3 മാസം നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ 3 മാസം നിങ്ങൾ വേറെ ആരും എടുക്കാതിരിക്കുമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓക്കെ ശരി 3 മാസം വെയിറ്റ് ചെയ്യാം, അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ പോയി റിസൈൻ കൊടുത്തു. ഒന്നും നോക്കിയില്ല, വീട്ടുകാരോട് പോലും ചോദിച്ചില്ല, ഒന്നും നോക്കാണ്ട് പോയി റിസൈൻ കൊടുത്തു. ദെൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഉണ്ണിലാൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രഷായിരുന്നു ആ ടൈമിൽ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ആ ടൈമിൽ ടിക്ടോക്ക് പിന്നെ സ്മൂളോ അങ്ങനെ എന്ത് പരിപാടിയൊക്കെ ഉണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ടിക്ടോക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന ഹെലോ ആപ്പ്, ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഭയങ്കര ക്രഷായിരുന്നു ഉണ്ണിലാലുവിന്. ഉണ്ണിലാലിന് ഭയങ്കര റൊമാൻറ്റിക്, മറ്റേ ശിവകാർത്തികേയൻ ലുക്കല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ക്രഷാണ്. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഞാൻ അയ്യോ ചേട്ടനോ, അയ്യോ ഞാൻ മറ്റേ വായി നോക്കി ചെയ്യുന്നു. ഞാനിങ്ങനെ ഓഫീസിൽ നിന്നിട്ട് ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു കപ്പിളായിട്ടാണ് ഗ്രൂപ്പ്. അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ ഇവരുടെ ടേബിള്, അപ്പം ഞാനിവിടെ ഇരിക്കുന്നു, അതിന് ഇപ്പുറത്തായിരുന്നു ഉണ്ണിലാലും. ആ സമയത്ത് ഋതു ആയിരുന്നു, അവരായിരുന്നു ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടറിലിരിക്കുമ്പോൾ ഉണ്ണിലാൽ ഇപ്പുറത്തിരിക്കും, ഋതു അപ്പുറത്തിരിക്കും. ഋതു പെണ്ണായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ എപ്പോഴും ഉണ്ണിലാലും ഇങ്ങനെ വായി നോക്കും. ഭയങ്കര ക്രഷാണ് എനിക്ക് ഇയാളുടെ കൂടെ. പുള്ളി ഇങ്ങനെ ഒന്ന് സംസാരിക്കും, ഫസ്റ്റ് ഡേ വന്ന് സംസാരിച്ചു. അപ്പോൾ ഷാരിക്കിനെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും ക്രഷ് ഇവിടെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ വായി നോക്കൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഉണ്ണിലാലിൻ്റെ കൂടെയാണ്. ഇതാളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്ര പറഞ്ഞിട്ടുണ്ട്. എന്താ റെസ്പോൺസ്? പിന്നെ അങ്ങനെയൊക്കെ പറയും. അല്ല ഞാൻ ആദ്യമൊക്കെ അങ്ങനെ പറയില്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ മറ്റേ ആരും കാണാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ നോക്കുള്ളൂ. അതിന് ഇടങ്ങണിട്ടൊക്കെ നോക്കും. പുള്ളി ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ നോക്കും. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് നീ എന്ത് കണ്ടിട്ടാണ് നോക്കുന്നത്, പുള്ളിൻ്റെ കല്യാണം കഴിഞ്ഞതാന്ന് പറഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞു. അപ്പം പിന്നെ നിർത്തി. എനിക്ക് തോന്നുന്നു ഒരു ആഴ്ചത്തോളം ഞാൻ ഭയങ്കരമായിട്ട് വായി നോക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് വായി നോക്കുന്ന വെച്ചാൽ നമ്മൾ ആ സ്ക്രീനിൽ കണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ സ്ക്രീനിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, പുള്ളി ചെയ്യുന്നത് മൊത്തം റൊമാൻറ്റിക് റീൽസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഏജ് അതാണല്ലോ. അപ്പം ഇങ്ങനെ നോക്കി പുള്ളി ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ പോകുമ്പോഴേക്കും ഞാനിങ്ങനെ ഞാൻ തന്നെ ഉള്ളിൽ പാടും. ദൈവമേ ഞാനിപ്പോൾ മറ്റേ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ പാടി ഇങ്ങനെ നോക്കാണ്ട് പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഷോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത് പുള്ളീൻ്റെ കൂടെയാണ്. പുള്ളിയുടെ അനിയത്തിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എനിക്ക് ഞാൻ വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മാസം ട്രെയിനിങ് ഉണ്ട്, 1 മാസം ഇത് പഠിച്ചിട്ട് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ആ ടൈമിൽ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെയുള്ള പെൺപിള്ളേരൊക്കെ റിസൈൻ ചെയ്ത് പോയി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഡേ ഉണ്ണിയുടെ അനിയത്തിയായിട്ട് അഭിനയിച്ചു. എനിക്ക് ജോയിൻ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം ഉണ്ണിയുടെ അനിയത്തിയായിട്ട് അഭിനയിച്ചു. 4-ാമത്തെ ദിവസം ഉണ്ണിയുടെ കാമുകിയായിട്ട് അഭിനയിച്ചു. പിന്നെ അങ്ങോട്ട് ഭയങ്കര വൈബായിരുന്നു. പിന്നെ ആ ഒരു ക്രഷ് പോയി, നമുക്ക് കണ്ടു പരിചയമായല്ലോ. പുള്ളിയുടെ കല്യാണം കൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ആ ക്രഷ് പോയി. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിനെ കാണുമ്പോൾ എപ്പോഴും അഭിനയിക്കുമ്പോൾ തന്നെ നമുക്കെപ്പോഴും അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നമുക്ക് കൂടുതൽ സംഭവം ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര കംഫർട്ടാണ്. മുമ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മളും വീക്കായി പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ണിച്ചൻ്റെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പറയുന്നതിൻ്റെ വേറൊരു സംഭവം പുള്ളി ഇട്ട് തരും. അപ്പോൾ എനിക്കും നമ്മൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും നമുക്കിങ്ങനെ കണ്ണിലൊക്കെ നോക്കി റൊമാൻറ്റിക് വരത്തുന്നില്ല, മറ്റേ സലിംഗന്മാർ നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നോക്കും. നോർമലി ഷാരിക്കിൻ്റെ ഒക്കെ കൂടെ ഒരു പ്രാവശ്യം അഭിനയിച്ചപ്പോൾ എനിക്ക് അവസാനം ഞാൻ പറയണം എനിക്ക് നിന്നെ നോക്കിയിട്ട് റൊമാൻറ്റിക് ഒന്നും, ഒന്നാമത് അവൻ ഇത്ര പൊക്കമുണ്ട്,
ഞാൻ പറയാം നിന്നെ നോക്കിയിട്ട് എനിക്ക് റൊമാൻറ്റിക് ഒന്നും വരുന്നില്ലടാന്ന്. അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ വരും. പക്ഷെ ഉണ്ണിച്ചൻ്റെ കൂടെ അങ്ങനെയല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കലി റൊമാൻസ് വരും. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഓട്ടോമാറ്റിക്കലി വരും. 3 Idiots മീഡിയയുടെ അനുഭവം അങ്ങനെയൊക്കെയാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു 3 വർഷം പട്ടിപ്പണിയും രാജപദവിയിൽ നിന്നും കഴിഞ്ഞിട്ട് 3 വർഷം ഭയങ്കര എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫംഗ്ഷന് പോലും എനിക്ക് പോകാൻ പറ്റത്തില്ല, ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും. കാരണം 1 month മുമ്പ് നമ്മൾ ലീവ് കൊടുക്കണം, എന്നാലേ അപ്രൂവ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ 3 Idiots മീഡിയയിൽ വരുമ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം, എന്ത് ഡ്രസ്സ് വേണമെങ്കിലും എടുക്കാം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമാണ്. അപ്പോൾ ഇവിടെ എന്ത് ഡ്രസ്സ് ഡെയിലി ഓരോരോ പുതിയ ഡ്രസ്സുകളാണ് മടക്കി. മറ്റേന്ന് പറഞ്ഞാൽ 3 Idiots മീഡിയ അല്ല, നെയിൽ കയറിയ സമയത്ത് അലമാരിയിൽ മാറ്റി വെച്ചേക്കുക, യൂണിഫോമും കോട്ടും മാത്രമേ ഇടുള്ളൂ. പിന്നെ 3 Idiots മീഡിയ കയറിയപ്പോഴാണ് മാറ്റി വെച്ച ഡ്രസ്സെല്ലാം പുറത്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ ദിവസം ഓരോരോ ഡ്രസ്സുകളായി, എന്ത് വേണമെങ്കിലും കാണിക്കാം, എപ്പോൾ വേണമെങ്കിലും വരാം. എപ്പോൾ വേണമെങ്കിലും നല്ല 9:30 കയറണം. പക്ഷേ എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ 10 മണിക്ക് വരുന്നത്, എന്നും വൈകി വരത്തുള്ളൂ. പക്ഷേ ഞാൻ വൈകിയും പോവുകയുള്ളൂ. ആരോട് വേണമെങ്കിലും സംസാരിക്കാം, എവിടെ വേണമെങ്കിലും പോവാം. ഭയങ്കര ഒരു ഫ്രീ. 3 വർഷം ചിറകിങ്ങനെ അരിഞ്ഞിട്ടിട്ട് പിന്നെ ഒരു പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ചിറക് മുളച്ചിട്ട് നമ്മൾ പറക്കൂലേ, ആ ഒരു ഫീലായിരുന്നു 3 Idiots മീഡിയയിൽ കയറിയപ്പോൾ. അല്ല, അവിടെ നിന്നാണ് ഞാൻ ഓക്കെ എനിക്കിനി ആക്ടിങ് മതി എന്ന് എനിക്ക് തോന്നിയത്. കാരണം ആക്ടിങ് എന്താണെന്ന് പഠിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫ്രീഡം ഉണ്ട്, നമുക്ക് ആൾക്കാരോട് ഒരുപാട് സംസാരിക്കാം, ഒരുപാട് ആൾക്കാരെ അറിയാം, കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അതും വെറൈറ്റി ആൾക്കാരാവും. നമ്മൾ കാണുന്ന ഓരോ ആൾക്കാരും ഓരോ ക്യാരക്ടേഴ്സാണ്, അല്ല ഓരോ സ്വഭാവമാണ്. മറ്റേ റിനയിലുണ്ടെന്ന സമയത്ത് ഞങ്ങൾ 10 പേരാണെങ്കിൽ 10 ഒരേ സ്വഭാവമാണ്. മരുന്നെടുത്ത് കൊടുക്കുക, തിരിച്ചു വരിക, ഇതല്ലാണ്ട് അവരുടെ വേറെ സ്വഭാവം നമുക്ക് കാണാനുള്ള ടൈം കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു 10 പേരെ കണ്ട 10 പേരും 10 സ്വഭാവമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഓക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിനകത്ത് അവിഹിതമുള്ള ആൾക്കാരുണ്ടായിരുന്നു 10, അങ്ങനെ കുറേ. അതൊക്കെ ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ടാ. 3 Idiots മീഡിയ എന്നല്ല, ഒരു പ്രൊഫഷനിൽ വന്നിട്ട്. അപ്പോൾ 3 Idiots മീഡിയ ഭയങ്കര വലിയ അനുഭവമായിരുന്നു ലൈഫിൽ. ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ചൂസ് ചെയ്തത്, ഓക്കെ എനിക്കിനി ആക്ടിങ് മതി എന്നുള്ളൊരു സാധനം ചൂസ് ചെയ്തത് ഇവിടെ നിന്നാണ്. അപ്പോൾ സൂര്യ കോമഡിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് ഒരൊറ്റ രാത്രിയത്ത് ഇതിനകത്ത് വന്നതാണ്. ആക്ച്വലി എനിക്ക് വന്നതല്ല അത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവൾക്കായിരുന്നു ഇതിൻ്റെ ഓഡീഷൻ. ഞാൻ ഭയങ്കര ഫിനാൻഷ്യലി ഇങ്ങനെ നിൽക്കല്ല. അപ്പോൾ ഇവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വരുന്ന പ്രൊമോഷൻസ് ഒക്കെ ഞാൻ ഇവൾക്ക് മുട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പരസ്പരം ഹെൽപ്പ് ചെയ്യുക, ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതും അവൾ തന്നെയാണ്. എനിക്ക് എന്നും എപ്പോൾ വേണമെങ്കിലും പറയാമെന്നുള്ള, എന്നെ ജഡ്ജ് ചെയ്യാത്തൊരു പേഴ്സൺ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട് എൻ്റെ ലൈഫിൽ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ദുബായിലുണ്ട്, ഐഷ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അഞ്ജലി ഇപ്പോൾ. അപ്പോൾ അഞ്ജലി അവളങ്ങനെ മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. എടാ ഇന്നൊരു വർക്കുണ്ട്, നീ അത് കോൺടാക്ട് ചെയ്യ്, ഇന്നൊരു ഓഡീഷൻ ഉണ്ട്, നീ അത് അവിടെ പോയി ഇവിടെ പോകും, നീ ഇങ്ങനെ ഷുട്ടു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഷുട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ അവരുടെ കൂടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമെങ്കിലും ചിലപ്പോൾ ഒരു പോയിന്റിൽ ഇങ്ങനെ കട്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി നിൽക്കും, ബാൽക്കണിയിലൊക്കെ പോയി നോക്കുമ്പോൾ ഇനി എന്തിനാ ബാൽക്കണിയിൽ നിൽക്കുന്നത്? ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ ചാടാനൊന്നും വന്ന് നിന്നതല്ല. വേണ്ട, നിൻ്റെ അമ്മ എന്നെ വിളിക്കുള്ളൂ, നീ അപ്പുറത്ത് പോയിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഞാൻ ഇവിടെ ആണെന്നറിയാം. അപ്പോൾ ചിലപ്പോൾ അടുക്കളയിലൊക്കെ ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കത്തിയും കൊണ്ടൊക്കെ വെക്കുമ്പോൾ അവളുടെ അനിയത്തി ഭയങ്കര എന്നിട്ട് നീ എന്തിനാ കത്തിയും കൊണ്ട് വെക്കുന്നത്? ഞാൻ അറിയാൻ വന്ന് നിന്നതാടേ. അപ്പം അങ്ങനെ എപ്പോഴും എന്നെ നോട്ടീസ് ചെയ്യും. എനിക്കൊരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ചേഞ്ച് പോലും എൻ്റെ ഫേസിൽ വന്ന് ഇവർ 2 പേരും റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അഞ്ജലിക്ക് ഒരു ഓഡീഷൻ വന്നു സൂര്യ കോമഡിയുടെ. അപ്പോൾ അവൾ പറഞ്ഞു, എടാ കുട്ട, എനിക്ക് നാളെ ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട്, സൂര്യ കോമഡിയുടെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരി പോടിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ ഇവളെന്ത് ചെയ്തു, റൂമിൽ പോയിട്ട് ഞാൻ അറിയാതെ എന്തോ ഇവർക്ക് മെസ്സേജ് ചെയ്യേ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു കോൺടാക്റ്റ് ഇട്ട് തരാം, ഇതിൻ്റെ ഓഡീഷൻ്റെ ആളാണ്, പുള്ളിയാണ് എന്നെ വിളിക്കുന്നത്, നീ പുള്ളീനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് രാത്രി ഒരു 8 മണി അടുത്തായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഇവൾക്ക് ഓഡീഷൻ ഉള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്, അങ്ങോട്ട് ചോദിക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കും, മേഡം വർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ചുമ്മാ കളിക്കും, എന്തുകൊണ്ട് വിശേഷം, സുഖല്ലേ, വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറയും കേട്ടോ, സുഖല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. എന്നിട്ട് അവർ സുഖവിശേഷങ്ങൾ പറയുമ്പോൾ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറയും കേട്ടോ, അങ്ങനെ വിളിക്കാം. അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് വേറെ രീതിയിൽ പറഞ്ഞിതാക്കും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്കത് പറ്റില്ല എന്ന് മുഖത്തൂക്കി പറഞ്ഞാൽ അത് നമുക്ക് വിഷമാവും. പിന്നെ തരാമെന്നോട്ട് തരാതിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. എക്സ്പെക്റ്റേഷനാണ് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കണം. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും, അപ്പോൾ അത് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമാവും. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ശരി വിളിക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ല, മെസ്സേജും ചെയ്തില്ല. അപ്പം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക.
ഇവള് വന്നിട്ട് പറഞ്ഞു എടാ കുട്ടാ നീ വിളിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഇവള് എൻ്റെ അടുത്തിരുന്നിട്ട് TV ഓഫ് ചെയ്തിട്ട് നീ വിളിക്കും, നീ ഇപ്പം തന്നെ മെസ്സേജ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ മെസ്സേജ് ചെയ്യാം, നീ പൊക്കോന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് നാളെ രാവിലെ 8 മണിക്കാണ് ഓഡീഷൻ, നീ ഇപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ശരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അഖിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിയായിരുന്നു. പുള്ളിക്ക് ഞാൻ മെസ്സേജ് ചെയ്തു, ചേട്ടാ ഞാനിങ്ങനെ അഞ്ജലി പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുവാണ്, സൂര്യ കോമഡീൻ്റെ ഓഡീഷൻ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു, അപ്പോൾ ഞാനിങ്ങനെ ആക്ടിങ് ആണ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി അപ്പം തന്നെ റിപ്ലൈ വന്നു, എന്നിട്ട് നിൻ്റെ പ്രൊഫൈൽ ഒന്ന് അയക്കുമോ എന്ന് ചോദിച്ചു. പ്രൊഫൈൽ അയച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു നോക്കിയേ നീ എന്നാൽ നാളെ അഞ്ജലിൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാനും അഞ്ജലിയും കൂടി പോയി കഴിഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് 3D മീഡിയയുടെ ഓഡീഷനാണ്. അത് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ക്യാബിൻ ആൻഡ് ഇവിടെ വലിയൊരു ടേബിൾ ഉണ്ടായിരുന്നു, ഒരു 4-5 പേര് ഓഡീഷൻ ഉണ്ടായിരുന്നു. അവരെ ചെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അയ്യാ അങ്ങനെ ആയിപ്പോയി. എനിക്ക് അറിഞ്ഞൂടാ അഭിനയിക്കാൻ, എനിക്കറിയില്ല. അപ്പോൾ ഇവരെന്നോട് എന്തൊരു സാധനം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല അഭിനയിക്കാനായിട്ട്. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് 3 വർഷം കിടന്ന് പണിയെടുക്കണം, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടി പോകണമെന്ന് തോന്നി. അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഓഡീഷൻ്റെ ഒരു കോള് കണ്ടത്, ഒരു പോസ്റ്റർ കണ്ടത്, ഞാൻ 3D മീഡിയയുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് ആഗ്രഹം മൂത്ത് വന്നത് എനിക്ക് അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, ആ അവസ്ഥയിലാണ് അവരെന്നെ എടുത്തത്. അത്ര ഞാൻ ചെയ്തോളൂ. അവർക്ക് വേണ്ടത് കോമഡി ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ അവസ്ഥ അവർക്ക് കോമഡി ആയിട്ട് തോന്നുന്നു, അതിലാണ് അവരെന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ എനിക്ക് ഓഡീഷൻ ചെയ്തിട്ട്. അതെന്തോ ലക്കിൽ കിട്ടിയതാ. അവർക്ക് എനിക്ക് തോന്നുന്നു വേറെ ആരും സെറ്റായില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് കിട്ടിയതാന്ന് തോന്നുന്നു. അഭിനയിക്കേണ്ടി വന്നില്ല, ജീവിതം തന്നെ മതി. അഭിനയിക്കില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞത് തന്നെ. എനിക്ക് വിഷമവും വന്നു, അഭിനയിക്കാനും അറിയില്ല, എന്നാൽ അവരോട് അത് കൺവിൻസും ചെയ്യണം. അപ്പം ഞാൻ നോർമലി സംസാരിക്കുന്നു, എൻ്റെ പൊന്നു സാറേ എനിക്കറിയാനെന്നും പറയും, ഈ ടോണിലാണ് ഞാൻ പറഞ്ഞത്. അതിലാണ് അവരെ സെലക്ട് ചെയ്തത്. പിന്നെ ഫുള്ള് കോമഡി പരിപാടിയില്ല. അപ്പം അങ്ങനെ ഓഡീഷൻ വന്നപ്പോഴേക്കും ഭയങ്കര മറ്റേ ഗ്രീൻ സ്ക്രീനും ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കാം. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഒരു ക്യാമറ ആൾ അവിടെ ഇവിടെ ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റേജിൽ ഇവിടെ കയറി നിൽക്കണം. അപ്പം ഞാനതൊക്കെ മറ്റേ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടിട്ടാണ് എനിക്ക് ഓഡീഷന് പോകാൻ പേടിയായത്. അങ്ങനെ ഞാൻ പോവാതിരുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല, അവർ ലോക്ക് ചെയ്തു. ഞാൻ പറയടി ഞാൻ ഓഡീഷന് വരുന്നില്ല, എനിക്ക് പേടിയാവുന്നു, എനിക്ക് എൻ്റെ കൈയൊക്കെ വിറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കുറേ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഷുട്ട് എന്തിനാ പേടിക്കുന്നത്, ഷുട്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാലോ, എനിക്കാണ് പേടി. ഞാൻ പോടുന്നു, നിനക്ക് പേടി, എനിക്കിവിടെ കയ്യും കാലൊക്കെ വിറയ്ക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവള് ഞങ്ങളോട് പറഞ്ഞു, ഞാനും ഇവളുണ്ടായി, പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് 2 പേര് എന്നിട്ട് വന്നു തോന്നുന്നു. ഞങ്ങൾ 3 പെൺപിള്ളേരും 3 പെൺപിള്ളേരും എന്നിട്ടായിരുന്നു. എന്നിട്ട് ഇവളോട് കയറാൻ പറഞ്ഞു. ആദ്യം എന്നോട് കയറാൻ പറഞ്ഞു. ഞാൻ കയറത്തില്ല, ഇവള് കയറുമെന്ന് പറഞ്ഞു. ഇവള് കയറി കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, ഇവരൊരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ കാറ്റ് പോയി. ഞാൻ അപ്പം തന്നെ അവളുടെ അനിയത്തിനോട് ഞാൻ പറഞ്ഞു, ഇടി അഭിനയിക്കാൻ പറയടി, എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, എൻ്റെ പൊന്നേച്ചി 6 വർഷം ചേച്ചിക്ക് ഇത് ചെയ്തിട്ട് അറിയാൻ പാടില്ലേ. ഞാൻ പറഞ്ഞു, ഇടി അങ്ങനെ ക്യാമറ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്നല്ലാതെ എനിക്ക് ഇങ്ങനെ അറിഞ്ഞുകൂടാ. കാരണം ക്യാമറ ഇവിടെ വെച്ചേക്കുന്നു, ഇവർ പറയുന്നത് നമ്മൾ അഭിനയിച്ച് കാണിക്കണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായി. ഇവള് നന്നായിട്ട് ചെയ്തു. ഇവള് ഇമോഷണൽ സാധനം ഇവൾക്ക് കൊടുത്തത്. ഇവള് ഭയങ്കര മറ്റേ സ്റ്റാൻഡേർഡായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇവള് കാനഡയായിരുന്നു. അപ്പോൾ കാനഡയിൽ നിന്ന് 1 ഇയർ ഗ്യാപ്പ് എടുത്തിട്ട് ആക്ടിങ് സെറ്റാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇതാവും, 1 വർഷം കൊണ്ട് എന്തെങ്കിലും നേടണം. ഇവിടെ ഞാൻ 6 വർഷം കിടക്കുക. ഞാൻ എപ്പോഴും പറയാം സീനിയർ 6 വർഷം, 1 ആയിട്ടുള്ളൂ ഇനി എന്നൊക്കെ കോമഡിക്ക് പറയും. പക്ഷെ അവൾ നന്നായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവള് ഭയങ്കരമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നു. ഇവള് ഭയങ്കര സ്റ്റാൻഡേർഡിലൊക്കെ സംസാരിക്കുക. ഞാൻ അങ്ങനെയാണ്, ഞാനിങ്ങനെ. അപ്പം എനിക്ക് നോർമലി അറിയാൻ പാടില്ല അങ്ങനെ സംസാരിക്കാനായിട്ട്. ഞാൻ ദൈവം ഇവള് സ്റ്റാൻഡേർഡിലൊക്കെ സംസാരിക്കുന്നു, ഇവള് ഉറപ്പിച്ച് ഇവള് ഇമോഷണൽ സാധനമൊക്കെ ചെയ്യുക. ഇവരെനിക്ക് തോന്നുന്നു ഒരു 3 സിറ്റുവേഷൻ വരെ ഇവർക്ക് കൊടുത്തു. ഇവള് കാനഡയ്ക്ക് പോകുന്ന ടൈമിൽ എയർപോർട്ടിൽ നിന്നൊരു സിറ്റുവേഷൻ ചെയ്യാം, അങ്ങനെ ഒരു 3 സിറ്റുവേഷൻ ഭയങ്കര ഇമോഷൻ കരയും അവള്. ഞാൻ ദൈവമേ കരയുന്നു, എനിക്ക് കരയാൻ അറിയാം. സ്ക്രീനിൽ ഓപ്പോസിറ്റ് ആൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് അഭിനയിക്കും. പക്ഷെ ഇങ്ങനെ എനിക്ക് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുക. എന്നിട്ട് ഇവരെന്നോട് കയറാൻ പറഞ്ഞു. ശരി കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി നിന്നു, സ്ക്രീൻ കണ്ടു. അപ്പോഴും ഞാൻ കിടന്നിങ്ങനെ വിറയ്ക്കുക. ആ സെയിം സാധനം 6 വർഷം മുന്നേ ഇട്ട ആ സെയിം സാധനം ഞാൻ അവിടെ ഇട്ടു. ഞാൻ അവിടെ ഇവരെന്നോട് ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല, എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെ രാത്രി എന്നെ ഉറക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം സാധനം ആ തലേ ദിവസത്തെ കഥ എൻ്റെ ആ അവസ്ഥ പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻഡപ്പ് കോമഡി പറയുന്നവരെല്ലാവരും കൂടി ഒരു ചിരി അങ്ങോട്ട്. അപ്പം ഞാൻ ഓക്കെ സെറ്റ്, ഇത് പിടിച്ചങ്ങ് കയറാം, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. പിന്നെ ഞാൻ ആ ടോണിൽ അങ്ങ് സംസാരിച്ചു. ഇപ്പോഴും മറ്റേ സ്റ്റാൻഡേർഡ് കിട്ടും. എൻ്റെ പേര് അഞ്ജലി, അപ്പം ഞാൻ എൻ്റെ പേര് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് കോമഡി ചാനലല്ലേ, സെലക്ട് ചെയ്തു. അങ്ങനെയാണ് അവിടെ കയറി പറ്റിയത്, എന്തോ ലക്കിന്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അവസ്ഥ എന്താ?
ഫ്രണ്ട് ഓഫ് അവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഷൂട്ട്. ഞങ്ങൾക്ക് മന്ത്ലി 2 ദിവസമേ ഷൂട്ടുള്ളൂ. 6 എപ്പിസോഡ് ഷൂട്ട് ചെയ്യും. ഈ ആഴ്ചയുണ്ട് ഷൂട്ട്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സെറ്റ് ആയി. അപ്പം ഞാൻ അവളോട് പറയും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് തന്നെ കയറ്റും കേട്ടോ. ഞാൻ എന്നോട് എപ്പോഴും അവൾ പറയും നിനക്ക് ഭയങ്കര പേടിയാ, പക്ഷെ നീ ആ ഒരു പോയിന്റിൽ ചെന്ന് നിന്നാ നിന്റെ വർത്താനം കൊണ്ട് നീ വീഴ്ത്തും. അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയോട്ടെ. പക്ഷെ എനിക്ക് അവിടം വരെ എത്തിപ്പെടാനായിട്ടൊരു പോണം ഇങ്ങനെ പിന്നീന്ന് വലിക്കും. പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടല്ലോ, ഇനി മറ്റേ കടലിൽ വീണു, നീന്തിയാലേ രക്ഷപ്പെടുള്ളൂ എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോൾ അവിടെ കിടന്ന് ഞാൻ മറ്റേ പൂച്ച വീണാലും 4 കാലിൽ വീഴും എന്ന് പറയും. ഞാൻ 4 കാലിൽ വീഴും. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നീന്തിപ്പോരും. അതാണ് എൻ്റെ ഇത്. എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. ഈ തമാശ ആണല്ലോ കൂടുതൽ ചെയ്യുന്നത്. അത് കോൺഷ്യസ്ലി അങ്ങനെ ഒരു ജോണറിലേക്ക് പോകുന്നതാണോ അതോ? അല്ല, ബോധമില്ലാത്തതുകൊണ്ടാണ്. അത് നോർമലി സംസാരിക്കാനുള്ള ബുദ്ധിയും ബോധവും വേണമല്ലോ, അതെനിക്കില്ല. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിയണം. ആ അറിവ് എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ വായിൽ വരുന്നത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ചില സമയത്ത് ഞാനിങ്ങനെ ചില സമയത്ത് മനസ്സി സ്റ്റേ കുറച്ച് ഡീസൻ്റ് ആയിട്ടൊക്കെ ഇരിക്കണം. അപ്പം ഞാൻ ആദ്യമൊക്കെ കാണുമ്പോൾ ഓക്കെ എങ്ങനെയൊക്കെ ഇരിക്കും, 5 മിനിറ്റ് ആടാ പറയടാ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആയിപ്പോകും. ചിലവർ എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ് ഇങ്ങനെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ. ഇത് വൃത്തിയുടെ സ്വഭാവം നിൻ്റെ, ഇങ്ങനെ ആൾക്കാരോട് നമ്മൾ അങ്ങനെ സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇങ്ങനെ മറ്റിങ്ങനെ നടത്തുമായിരുന്നു. എൻ്റെ ചിറകൊക്കെ വെട്ടി ഇങ്ങനെ നടത്തുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നീ എന്ന് പറഞ്ഞ പേഴ്സണെ ഇതാണ്, ഇപ്പം നിൻ്റെ കൂടെ ജെനുവിനായിട്ട് നിൽക്കുന്ന ആൾക്കാർ നിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് നീ ഭയങ്കര ഫണ്ണാണ്. നമുക്കൊരു വിഷമം വന്നാൽ നിൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ ഫ്രണ്ട്സുണ്ട്, ഇവർ എപ്പോഴും കാണാത്ത ആൾക്കാരാണ്, വല്ലപ്പോഴും വിളിക്കുന്ന ആൾക്കാർ. എന്തെങ്കിലും ഒരു മെൻ്റൽ പ്രശ്നമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവന്മാരെന്നെ വിളിക്കും. കൂടുതലും മാമ്പിള്ളേരാ. അപ്പോൾ ഇവന്മാരെന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഡൗൺ ആണ്. എന്ത് പറ്റി എടി അത് എന്നാ പ്രശ്നം, എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ വരെയൊക്കെ സംസാരം പോകും. 1 മണിക്കൂർ ചിലപ്പോൾ 2 മണിക്കൂർ ആകുമ്പോൾ എൻ്റെ ഫോൺ കട്ടായി പോകുമല്ലോ. കട്ടായി പോയിട്ട് അവന്മാർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യുന്ന, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നൊരു പോയിന്റിൽ അവസാനം നിന്നെ വിളിക്കുക എന്നുള്ളൊരു പോയിന്റിൽ നിന്നെയും കൂടി വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് കെട്ടിത്തൂങ്ങുക അല്ലെങ്കിൽ ഇത് ചെയ്യാന്നുള്ളൊരു പോയിന്റിലാണ് നിന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ശവമേ നിന്നെ വിളിക്കുന്നത് അങ്ങനെ പറയത്തുള്ളൂ, നിന്നെ വിളിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നിന്നെ വിളിച്ച് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ചാകുന്നതെന്ന് വരും തോന്നിപ്പോവും. കാരണം അത്രയ്ക്ക് ഫണ്ണായിട്ട് നീ ഇത് ഡീൽ ചെയ്യും. കാരണം എനിക്കറിയാം ഒരു മെൻ്റലി പ്രശ്നത്തിലാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ആ പോയിന്റിൽ. അപ്പോൾ അവരെ പറഞ്ഞു തിരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ആ പോയിന്റിൽ ഉപദേശമല്ലല്ലോ, അവരെ കേട്ടിരിക്കുക എന്നുള്ളതാ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും, അവർ പറയുന്നത് കേട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് അവർക്ക് അറിയാം. ചിലപ്പോൾ ഒരു പോയിന്റിൽ തോന്നുമല്ലോ ഇന്ന ആളെ വിളിക്കാം എന്ന് തോന്നിയിട്ടായിരിക്കണമല്ലോ അവരെന്നെ വിളിക്കുന്നത്. അത് തന്നെ ഭയങ്കര വലിയ കാര്യം. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഉപദേശിക്കാനൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കാരണം കുറേ ഉപദേശം എനിക്ക് കിട്ടിയേക്കുന്നതുകൊണ്ട് എനിക്ക് വെറുപ്പ് അത് കേൾക്കുന്നത്. അപ്പം ഞാൻ ഫണ്ണായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ചിലപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ഉള്ളൊരു കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി, അവരങ്ങ് ഓക്കെ ആയിക്കോളും. അവരുടെ ശത്രുവിൻ്റെ ഒരു കുറ്റം അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഞാനിങ്ങനെ മറ്റേ തൊങ്ങലും തൊടിയിലൊക്കെ തൂത്ത് ഉപ്പുമുളക് ചേർത്തങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ അങ്ങ് സമാധാനമാകും. ഞാൻ എടാ നീ അറിഞ്ഞാ എടാ അവനുണ്ടല്ലോ, അപ്പോൾ എടി എന്താടി, ഞാൻ ഒന്നും ഉണ്ടാവില്ല, ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും. എടാ അങ്ങനെയാടാ മച്ചാ. അപ്പം ആണോ. പിന്നെ അവസാനം ഒരു ഡയലോഗും കൂടി പറയും, ഇടി ചാകാൻ പോയി. ഇപ്പം ഞാൻ വിചാരിക്കും എന്തിനാ ചാകണം, നിന്നെപ്പോലെ ഒരു ദുരന്തം ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിനാടി ചാകണം. ഞാൻ പറഞ്ഞു ഓക്കെ ശരിയടാ, 2 മണിക്കൂർ സംസാരിച്ച് ഞാൻ ദുരന്തം, ഓക്കേടാ ബൈഡാ വെച്ചോ. നമ്മൾ ഇനി വിളിക്കരുത് കേട്ടോ എന്നെ എന്ന് പറഞ്ഞാൽ ഇനി വിളിക്കത്തില്ല. പിന്നെ ഒരു പോയിന്റ് വീണ്ടും വിളിക്കും. അപ്പം ഞാൻ പറയും ഓ വേണമായിരിക്കും അല്ലേ, ഓക്കെ കൊടുക്കാം. അപ്പം ഞാൻ എവിടെ നിന്ന് ഇങ്ങനെ കൊടുത്താൽ തന്നെ അവർ ഹാപ്പിയാണ്. സത്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ അവർ ഹാപ്പി ആയാലോ നമുക്ക് അത്രയും മതി. എനിക്ക് എനിക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റേജ് കഴിഞ്ഞു എൻ്റെ. അപ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അങ്ങനെ തന്നെ. കാരണം ഞാൻ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് അവർ ഹാപ്പി ആകും. അപ്പോൾ അവർക്കൊരു 100 രൂപയായിരിക്കും വേണ്ടത്. ആ സമയത്ത് ആ 100 രൂപ എൻ്റെ ചിലപ്പോൾ 100 ഉണ്ടാവുള്ളൂ. ഞാനത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എടീ ഞാൻ പെട്രോൾ തീർന്ന് നിൽക്കും, ഞാൻ അത്യാവശ്യം നിൽക്കും, എനിക്ക് 100 തരുമോ എന്ന് ചോദിച്ചു. ഇപ്പം തന്നെ ഇട്ടരാടാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കത്തൊന്നുമില്ല, എടാ നീ വണ്ടി എടുക്കുമ്പോൾ നീ പെട്രോൾ നോക്കി ഇതൊന്നും ചോദിക്കത്തൊന്നുമില്ല, കൊടുക്കും. കള്ളനായിരിക്കും, ഭൂലോ കള്ളനായിരിക്കും. അവൻ ചിലപ്പോൾ വല്ല ചായ കുടിക്കാനോ വല്ല സിഗരറ്റ് വലിക്കാനോ വല്ല കുപ്പി എടുക്കാനൊക്കെ ആയിരിക്കും ആ പൈസ ചോദിക്കുന്നത്. അത് ഞാൻ പിന്നെ സ്റ്റോറിയിലായിരിക്കും ഞാനത് കാണുന്നത്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാതെ ഞാൻ ചോദിക്കത്തില്ല.